എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? പോലീസും മറ്റന്വേഷണ ഏജൻസികളും തിരയുന്നത് പ്രതി ഷാരൂഖ് സൈഫിയുടെ ബന്ധങ്ങളെക്കുറിച്ചാണ്. സൈഫിക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നോ? ട്രെയിനിൽ ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? പ്രതിക്ക് ഭക്ഷണം എത്തിച്ചത് ആരാണ്? ഇക്കാര്യങ്ങളിൽ ഉത്തരം കണ്ടെത്തണം. അതിനിടെ ഷാരൂഖ് സൈഫിയുടെ ഡൽഹി യാത്രയിലും ദുരൂഹത മണക്കുന്നുണ്ട്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷാരൂഖ് സൈഫി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കീഴിൽ 4 ദിവസമായി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും കേസിന്റെ അന്വേഷണത്തെ സഹായിക്കുന്ന തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ പ്രതിയുടെ പക്കൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കസ്റ്റഡി കാലാവധി 15 ദിവസം മാത്രമായിരിക്കെ തെളിവെടുപ്പടക്കമുള്ള തുടർ നടപടികൾ ഇതിനോടകം പൂർത്തിയാക്കേണ്ടതാണ് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനിടയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചുമത്തുന്ന സമ്മർദ്ദവും കേരള പോലീസിനെ വലിയ തരത്തിൽ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഈ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് തെളിവെടുപ്പടക്കമുള്ള തുടർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുക എന്ന വലിയ ദൌത്യമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ബാക്കിയാകുന്നത്. ADGP MR അജിത് കുമാറിന് പുറമെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതായാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രതിക്കൊപ്പം മറ്റൊരാൾ കൂടി എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ഇയാളെ സഹായിക്കുന്നതിനുമായി ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ബലപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് വിവരം. ഒപ്പം മുഹമ്മദ് ഷാരൂഖ് സൈഫിക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭ്യമായതായാണ് സൂചന. ഈ പശ്ചാത്തലത്തിലാണ് കുറ്റകൃത്യത്തിന്റെ ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രാദേശിക ബന്ധം എത്രത്തോളം സഹായകമായിട്ടുണ്ട് പ്രതിക്ക് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വിശദമായ ചോദ്യം ചെയ്യൽ ഒരു ദിവസം കൂടി തുടർന്നതിന് ശേഷം തെളിവെടുക്കുന്നതിനായി ഷൊർണൂരിലേക്കും എലത്തൂരിലേക്കും ഒപ്പം തന്നെ കണ്ണൂരിലേക്കും എത്തിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തും എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അല്ലാത്തപക്ഷം മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ നീക്കി ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തി വിശദമായി വീണ്ടും പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതിന്റെ അനിവാര്യതയും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നെത്തിയ ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘം AR ക്യാമ്പിൽ പ്രതിയെ വിശദമായ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത് തെളിവെടുപ്പിനായി പ്രതിയെ ഷൊർണൂരിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് എന്ന വിവരമായിരുന്നു രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് തെളിവെടുപ്പടക്കമുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാതിരുന്നത് ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ്. അതിനിടയിൽ സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കേസിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യും എന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അന്വേഷണം NIAക്ക് കൈമാറണമോ എന്ന കാര്യത്തിലുള്ള നിർണായകമായ തീരുമാനം ആഭ്യന്തര വകുപ്പിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം കൈക്കൊള്ളുകയെന്ന സൂചനയാണ് പുറത്തുവരുന്നത്.